ഹലോ, അങ്ങനെ മൗനരാഗം ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഷാരിയും സരയും കൂടെ ആ ഒരു രാഹുലിന്റെ അടക്കമൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിൽ വരുന്നുണ്ട്. എന്നിട്ട് സരയും ഒപ്പം തന്നെ എനിക്ക് ലീവ് എടുക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ ഓഫീസിലേക്ക് പോകുക ആന്റി എന്നും പറഞ്ഞിട്ട് രൂപയുടെ അടുത്ത് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ ഷാരി ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ രൂപ പറയുന്നുണ്ട്, ഷാരി നിന്റെ മുഖത്ത് ഭയങ്കര സങ്കടമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഷാരി പറയുന്നുണ്ട്, ഏയ് എനിക്ക് അങ്ങനെ സങ്കടമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ഷാരി മുറിയിൽ പോയിട്ട് ഭയങ്കര പൊട്ടിക്കരയുന്നൊക്കെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എനിക്കും മോൾക്കും വേണ്ടി അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ, എന്നെയും കൂടി അങ്ങോട്ട് എടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ഷാരി കരയുന്നുണ്ട്. സരയു നേരെ പോകുന്നത് നമ്മുടെ താരയുടെ അടുത്തേക്കായിരിക്കും. എന്നിട്ട് താരനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വഞ്ചിച്ചു എന്ന് പറയുന്ന ആള് മരിച്ചിരുന്നോ, നിങ്ങൾ അറിഞ്ഞിരുന്നോ, ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് വഴിയെങ്കിലും അറിയിച്ചിട്ടുണ്ടാകുമല്ലോ എന്നിങ്ങനെ താരയോട് പറയുമ്പോൾ താര ഇങ്ങനെ ആക്ഷൻ വഴി കാണിക്കുന്നുണ്ട്, രൂപ അയച്ചു എന്നും പറഞ്ഞു. അപ്പൊ നമ്മുടെ സരയു പറയുന്നുണ്ടോ, ആന്റി അപ്പഴത്തേക്കും അറിയിച്ചോ, നിങ്ങൾക്ക് അപ്പൊ സന്തോഷമായിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സരയു ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെയും കിരണയും ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് അച്ഛൻ മരിച്ചത്. അപ്പൊ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ ഞാൻ കിരണെ നേടിയെടുത്തേ പറ്റൂ, അതിന് ഞാൻ എന്ത് വഴിയും നോക്കും എന്നൊക്കെ നമ്മുടെ സരയു വീണ്ടും അവിടെ പറയുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ പോലീസുകാർ ഗംഗപ്രസാദിന്റെ ആ ഒരു കേസ് മുറുക്കിയിരിക്കുകയാണ്, വീണ്ടും സ്റ്റെഫി വന്ന് അന്വേഷിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ പോലീസ് വീണ്ടും നമ്മുടെ വേലുവിനെയും രതീഷിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അന്നത്തെ ദിവസം ആ ഒരു ക്യാമറയിൽ പതിഞ്ഞ കുറെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം നമ്മുടെ രതീഷും വേലുവും പിടിയിലായി എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ പോലീസുകാര് നമ്മുടെ കിരണിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറമ്പിൽ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ നടക്കുമ്പോൾ ആ വെച്ച തെങ്ങുണ്ടല്ലോ, ഗംഗപ്രസാദിന്റെ ബോഡിയുടെ അവിടെ വെച്ച തെങ്ങ് ഈ പോലീസുകാരന്റെ കണ്ണിൽ പെടുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ വേലക്കാരിനെ വിളിച്ചിങ്ങനെ അന്വേഷിക്കുകയാണ്, ഇത് കാർത്തികയുടെ കല്യാണം കഴിഞ്ഞിട്ടാണോ ഈ തെങ്ങ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ അതിന് മുമ്പാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ വേലക്കാരത്തി ഒന്നും പരുങ്ങുന്നുണ്ട്. അപ്പൊ പരുങ്ങലിൽ നിന്നും ബുദ്ധിമാനായ പോലീസാണെങ്കിൽ മനസ്സിലാക്കാം സംഭവം എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും ഈ കേസ് ഇങ്ങനെ വന്ന് 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 നമ്മുടെ കിരൺ ലാസ്റ്റ് ജയിലിലാകുമോ, അല്ലെങ്കിൽ കിരൺ എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെട്ട് പോരുമോ? പിന്നീട് നമ്മുടെ സരയുവിന്റെ മനസ്സിലിരിപ്പ് നമ്മുടെ കിരൺ അറിഞ്ഞിട്ട് കിരൺ തന്നെ നമ്മുടെ സരയുവിനെ അടിച്ചു പുറത്താക്കുന്ന ഒരു നിമിഷങ്ങളായിരിക്കുമോ നമ്മുടെ ക്ലൈമാക്സിൽ വരാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചോദ്യം തന്നെയാട്ടോ. ഒന്നല്ലെങ്കിൽ നമ്മുടെ കിരൺ അറസ്റ്റിലാകും, രണ്ടാമതെന്ന് വെച്ചാൽ നമ്മുടെ സരയുവിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നിട്ട് നമ്മുടെ കിരണും അച്ഛനും എല്ലാവരും കൂടെ നമ്മുടെ സരയുവിനെ അടിച്ചു പുറത്താക്കും, അല്ലെങ്കിൽ സരയു കല്യാണിനെ കൊല്ലാൻ ശ്രമിക്കും, കല്യാണി മരിക്കോ എന്തെങ്കിലും ചെയ്യും, പിന്നെ സരയു അറസ്റ്റിലാകും. അങ്ങനത്തെ ക്ലൈമാക്സ് രംഗങ്ങളായിരിക്കും കേട്ടോ വരാൻ പോകുന്നത്. എന്നിരുന്നാൽ കൂടിയും ഒരാഴ്ച മാത്രം ബാക്കിയുള്ളോട്ടോ നമ്മുടെ മൗനരാഗം. കിരണും കല്യാണിയും നമുക്കൊപ്പം, പ്രേക്ഷകർക്കൊപ്പം ഇനി ഒരാഴ്ച മാത്രം. അപ്പൊ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങളുടെ ഊഹത്തിലുള്ള ഒരു ക്ലൈമാക്സ് ഒന്ന് കമന്റ് ചെയ്യണേ, നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.